ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഗുഡ് മോർണിംഗ്. 2 ഈന്തപ്പഴം, 5 ബദാം, ഒരു മുട്ട, പിന്നെ കടലക്കറിയാണ്. കടലാക്രമണം. കടലയും ക്യാരറ്റും തക്കാളിയും എല്ലാം ഇട്ട് വെച്ചതാണ്. അപ്പമാണ് ഇത്. പ്രത്യേകിച്ചൊരപ്പം. എന്തുവാ? ഗോതമ്പപ്പം. നമ്മൾ പാലപ്പം ഉണ്ടാക്കത്തില്ലേ അരിയിൽ, അതുപോലെ ഞാൻ ഗോതമ്പിൽ ഉണ്ടാക്കിയതാ കൂട്ടുകാരെ. തിന്നു നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടാകുന്നു. ഞാനിവിടെ ഉണ്ടാക്കും. ടേസ്റ്റ് ഉണ്ട്. ഇന്നത്തെ എങ്ങനെയാണെന്ന് ഞാൻ നോക്കട്ടെ, തിന്നു നോക്കിയിട്ട് പറയാം. തിന്നു നോക്കട്ടെ കൂട്ടുകാരെ. രാവിലെ നല്ല ടേസ്റ്റാ. ഇത് കാണുമ്പോഴേ അറിയാം. നോക്കട്ടെ. അപ്പം കൊള്ളാം കേട്ടോ. നമ്മുടെ അരിയുടെ അപ്പം പോലെ തന്നെ കേട്ടോ, പാലപ്പം ചൂടും പോലെ തന്നെ. ഞാൻ ഇന്നലെ ഒരു ഐഡിയ ഇട്ട്. ഇന്നലെ അപ്പത്തിൻ്റെ മാവ് കുറച്ച് മിച്ചം ഉണ്ടായിരുന്നേ. അതിനെ ഞാൻ ഗോതമ്പ് പൊടി കലക്കി രാത്രി വെച്ചിരുന്നിട്ട് രാവിലെ ചുട്ടതാ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ രാവിലെ തേങ്ങയും ജീരകവും ഒരു ചെറിയ ഉള്ളിയും കൂടെ അരച്ച് ഉണ്ടാക്കി. സോഡാപ്പൊടി ശർക്കര ഇട്ട് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഗോതമ്പപ്പം നമ്മുടെ മറ്റേ അപ്പം പോലെ തന്നെയാണ്, ഒന്നും വ്യത്യാസമില്ല കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. കടലക്കറി സൂപ്പർ. ഇന്ന് വറുത്തരച്ചില്ല, മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ട് വഴറ്റി വെച്ചിട്ട് തേങ്ങ പച്ചക്കരച്ച് ചേർത്ത് കൂട്ടുകാർ. വറുത്തത് തീർന്നു പോയി, ഇനി വറുത്തിടണം. ഞാനെപ്പോഴും 2 തേങ്ങയൊക്കെ വറുത്തിട്ടിരിക്കും വലിയ ഉരുളിയിൽ. അപ്പം കുറേശ്ശെ എടുത്ത് നമ്മൾ 2 പേരുള്ളതുകൊണ്ട് ഇച്ചിരിച്ചേ എടുക്കാൻ പറ്റും. അപ്പോഴപ്പോഴായിട്ട് ഇച്ചിരിച്ച് വറക്കുമ്പോഴേ തേങ്ങ കൂടിപ്പോവും. പക്ഷെ ഇതിൽ നിന്ന് എടുത്ത് നമ്മൾ 2 സ്പൂൺ എടുത്ത് തീയിൽ വയ്ക്കുമ്പം കറക്റ്റായിരിക്കും നമുക്ക് 2 ആൾക്ക്. ഓക്കെ, എല്ലാവരോടും ലൈക്ക് ചെയ്യണേ, എന്നെ സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാർ. എന്നെ കൈവിട്ടുകളയല്ലേ കൂട്ടുകാർ. ഓക്കെ, എല്ലാവരും സ്നേഹത്തോടെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. ഉച്ചയ്ക്ക് കാണാം. ബൈ.